ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നമ്മൾ കുറെ ആയി അൺസ്റ്റിച്ചഡ് കാണിച്ചിട്ട് ഇപ്പൊ കുറെ ആയിട്ട് കുർത്തീസും അതെല്ലാം കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് അൺസ്റ്റിച്ചഡ് ആയിട്ട് കാണിക്കാം. ഇത് അതേപോലെയുള്ള ഒരു പീസ് തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇതൊരു സിൽക്കി ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ സാൻഡൂൺ ലൈനിങ് ആണ് ഞാൻ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിന്റെ യോക്കിൽ ഇതേപോലെ ത്രെഡ് ഫ്രഞ്ച് നോട്ട്സും അങ്ങനത്തെ എംബ്രോയിഡറീസും പിന്നെ ഫുൾ കട്ട് ബീഡ്സ് ത്രെഡ് എല്ലാം ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. നെക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതുപോലെ ഉണ്ടാവും ഇതിന്റെ നെക്കിലെ വർക്കെല്ലാം. പിന്നെ താഴോട്ട് ഇതേപോലെ ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ ഇതിന്റെ വർക്ക് കണ്ടോ, ഇതുപോലെ ആ ദുപ്പട്ടയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാനിപ്പോ ഇതിന് ഈ ഒരു സെയിം പിങ്ക് ബോട്ടം പെയർ തോന്നിയേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ വേണമെങ്കിൽ പെയർ ചെയ്യാം കേട്ടോ. യെല്ലോക്ക് യെല്ലോ അല്ലെങ്കിൽ ഈ ഫ്ലവർ വരുന്ന പിങ്ക്. പിന്നെ ദുപ്പട്ട വന്നിട്ട് പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിൽ ചിക്കൻ കാരിയുടെ സിമിലർ ആയിട്ട് വർക്ക് വന്നിരിക്കുന്നതാണ്. ഇതുപോലെ സീക്വൻസും ത്രെഡൊക്കെ ആയിട്ട് കണ്ടോ, വൺ ലെയർ ഇതേപോലെ ഒരു സീക്വൻസും വർക്കൊക്കെ ആയിട്ടുള്ളത്. ഈ ഒരു ഫ്ലവറിന് സിമിലർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു പിങ്കും ഒരു ബ്രിക്ക് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിനകത്തോട്ട് ബനാറസിയുടെ ഈ ഒരു വീവിങ് വന്നേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതിന്റെ ഈ അതിങ്ങനെ ആപ്ലിക് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഒരു പീകോക്ക് ഡിസൈൻ നല്ല ഭംഗിയായിട്ടോ. ഇതുപോലെ ഒരു കുറച്ച് വെറൈറ്റി ആണ് ഇതുപോലെ. എന്നിട്ട് എൻഡിലോട്ട് സ്കാൽപ്പൊക്കെ ചെയ്തിട്ട് വന്നേക്കുന്നത്. പിന്നെ ഇത് ഈ സൈഡിലോട്ട് ഇത് നമുക്ക് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കുത്തുന്ന ഇങ്ങനെ അതിന്റെ ആ ത്രെഡൊന്നും നമുക്ക് ഒരു ഇതാവില്ല. ഇതുപോലെ ഉണ്ടാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് വന്നേക്കുന്ന ടോപ്പ് ദുപ്പട്ടയുടെ സെറ്റ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടം നമുക്ക് പെയർ ചെയ്ത് തരാം. കാരണം ടോപ്പ് ദുപ്പട്ട ഇത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ദുപ്പട്ടയാണ് ഏറ്റവും സൂപ്പർ. ഇതുപോലെ ഉണ്ടാവും കണ്ടോ. അതിന്റെ എൻഡിലോട്ട് ആ ഒരു വർക്ക് കണ്ടോ, നല്ല സൂപ്പറായിട്ട്. ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്പ് ഉണ്ട്. രണ്ട് സൈഡും ഉണ്ട്, 4 സൈഡും സ്കാലപ്പ് ഉണ്ട് കണ്ടോ. ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ടുള്ള സ്കാൽപ്പ് ഉണ്ട്. എൻഡിലോട്ട് ഇതേപോലെ നല്ലൊരു ടാസൽസും ഉണ്ട് ഇതേപോലെ കണ്ടോ. അപ്പൊ നല്ല വിട്ടും ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. ഇതൊരു കളറ്. ഈ കളർ തന്നെ ഒരു ഇതിന്റെ തന്നെ സെയിം തന്നെ ഒരു കളറും കൂടി ഉണ്ട്. ടോപ്പ് ദുപ്പട്ട ഇത് നല്ലൊരു എന്താ പറയാ, ഓറഞ്ച് കളർ, ഓറഞ്ച് എന്നൊക്കെ പറയാം, ആ ഒരു കളറാണ്. ഇതിനകത്തോട്ടും സെയിം തന്നെ വർക്കാൻ വന്നേക്കും. പിന്നെ ഞാനിപ്പോ ജസ്റ്റ് ഓരോരോ പീസസൊക്കെ ഉള്ളൂട്ടോ, അധികം ക്വാണ്ടിറ്റി ഇല്ല. ജസ്റ്റ് ഞാനിപ്പം ഇവിടെ റാക്കിൽ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് എടുത്തേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ല. ഇതാണ്. അപ്പം ഇതുപോലെ ഉണ്ടാവും അതിന്റെ ദുപ്പട്ട. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ക്രീം വരുന്ന ഷെയ്ഡ് വേണമെങ്കിൽ ദുപ്പട്ട പെയർ ചെയ്യാം, ബോട്ടം പെയർ ചെയ്യാം. അതല്ല എങ്കിൽ സെയിം ടോൺ തന്നെ പെയർ ചെയ്യാവുന്നതാണ്. ഇതാ ഇതുപോലെ ഉണ്ടാവും കണ്ടോ. ദുപ്പട്ടയുടെ എൻഡ് ഇതേപോലെയാണ്. ഇങ്ങനെയാണ് ടോപ്പ് ലുക്ക്. എനിക്ക് ഈ ഷോളും കൂടെ ഇട്ടിട്ട് കംഫർട്ടബിൾ അല്ല. ഇതാ ഇങ്ങനെ ഉണ്ടാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ മെൻഡിലെ ബോർഡർ ഇത് തന്നെയാണ് വരുന്നത്. നോക്ക്, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഒരു സെമി ലിനൻ, അങ്ങനത്തെ എന്ന് വെച്ചാൽ പ്യുവർ ലിനൻ അല്ല. ഇതിന്റെ ഫാബ്രിക് ആക്ച്വലി എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരു ഫാബ്രിക് ആണ്. ഇതുപോലെ ഫുള്ളി വർക്കാണ്. ഈ സർദോസി സ്റ്റോൺസ് ഒക്കെ പോലെ കണ്ട ഫുള്ളി അതുപോലെ ഗോട്ട ലേസും ഗോട്ടയുടെ വർക്കും എല്ലാം വെച്ചിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. നല്ല സൂപ്പർ കളറാണ്. അതിനകത്തോട്ട് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നേക്കുന്നതാണ് കണ്ടോ. ആ എംബ്രോയിഡറി ടെക്സ്ചർ തന്നെ ഇതിന്റെ ഒരു ലിനൻ പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ച് ടൈം തന്നാൽ നമുക്ക് പെയർ ചെയ്ത് തരാം. ഇതുപോലെ ഇത് നെക്ക് വന്നിട്ട് ഇങ്ങനെ വരും കണ്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇതുപോലെ വെയർ ചെയ്യാം. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഷിഫോണിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ലൊരു കളറാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും കളർ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ റേറ്റ് വന്നിട്ട് 2550 ആണ് ഇതിന്റെ റേറ്റ്. ക്രേപ്പ് സിൽക്ക് ചിനോൺ ഫാബ്രിക് ഇല്ലേ, ആ ഒരു ഫാബ്രിക് ആണ്. പ്യുവർ ആണ്, ഡയബിൾ. അതെന്താ വെച്ചാൽ ഡ്രൈ വാഷ് ചെയ്യണം. ഇത് ഫുള്ളി ഒരു ഡൾ ആയിട്ടുള്ള ഒരു സാറ്റിൽ എംബ്രോയിഡറി ഫിനിഷ്. നല്ല രസമാണ്. ഇതിന്റെ റേറ്റ് 2120 ആണ്. ഇതുപോലെ ഉണ്ടാവും ഇത്. പിന്നെ ഇതിന് ബോട്ടം വന്നിട്ടുണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ 4.5 മീറ്റർ ഒക്കെ ആയിരിക്കും. ഇതിന്റെ ദുപ്പട്ടയുടെ എൻഡ് കണ്ടോ ഇതേപോലെ. ഇത് ഇങ്ങനെ ഒരു അഴുക്കല്ല കേട്ടോ. അവർ ഈ നമ്മള് ഇതിങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഇതുപോലെ ഇതാ ഇതിന്റെ ദുപ്പട്ട ഇതേപോലെ ഉണ്ടാവും. ടോപ്പ് ദുപ്പട്ട ഇതുപോലെ ഫുള്ളി ഓൾ ഓവർ ആ ഒരു ത്രെഡ് വർക്ക് ആ ദുപ്പട്ടയിലോട്ടും ഉണ്ട് കണ്ടോ. 4 സൈഡും ഈ 4 സൈഡിലും 2 സൈഡും ക്രോഷ്യോ ലേസ് ഉണ്ട്, ക്രോഷ്യോ വർക്ക് ഉണ്ട്. ഇതിന്റെ എൻഡിലോട്ട് കണ്ടോ, എൻഡിലും ഉണ്ട് ഈ ഒരു വർക്ക്. അതാ ഞാൻ പറഞ്ഞ ഇതിന്റെ എൻഡിൽ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതിൻ്റെയാണ് ആ ഒരു കളർ കേട്ടോ. അപ്പം ഇതൊരു സൂപ്പർ കളറാണ് ഇവിടെ. ഇതുപോലെ ഇതുപോലെ ഇതൊരു നല്ലൊരു ഫാബ്രിക് എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് പിങ്ക് കളറാണ്. ഇതിനകത്തോട്ട് ഈ ഒരു എംബ്രോയിഡറി ഉണ്ട്. സർദോസി സ്റ്റോൺസും പേൾസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ഫുള്ളി സർദോസി വർക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഒരു നെക്കിന്റെ പോർഷനിൽ ഒരു എംബ്രോയിഡറിയും. പിന്നെ ഇതിന്റെ പ്യുവർ സാൻഡൂൺ ആണ് ഇതിനകത്തോട്ടുള്ള ബോട്ടം വന്നേക്കുന്നത്. ഇതിന് ദുപ്പട്ട ഇല്ല.
കേട്ടോ ഒരു ബാത്തിക് പ്രിന്റ് വരുന്നതാണ് കേട്ടോ ഇതിന്റെ. ഇതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു പലാസോ ഒക്കെ ആയിട്ട്, പിന്നെ നോർത്തിലുള്ളവരൊക്കെ ഇടുന്ന കേട്ടില്ലേ, ലെങ്ത് കുറച്ചിട്ട് ഒരു പലാസോ ഒക്കെ ആയിട്ട് വേറെ സൂപ്പർ ആയിരിക്കും. ഇതിന്റെ ബാക്ക് സൈഡാണ് ഏറ്റവും സൂപ്പർ. നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇതിന്റെ താഴോട്ട് ഈ ഒരു ഇതുപോലെ ഈ വീവിങ് വന്നേക്കുന്നുണ്ടോ, അത് ബാക്കിലോട്ട് വരും നമുക്ക്. പിന്നെ സ്ലീവിന്റെ എൻഡിലോട്ടും ഈ ഒരു ബോർഡർ, ഈ ഒരു ചെറിയ ബോർഡർ സ്ലീവിന്റെ എൻഡിലോട്ടും കിട്ടും. അപ്പൊ ബാക്ക് പ്ലെയിൻ ആണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു കോമ്പിനേഷൻ വിത്ത് ഈ ഒരു ബോട്ടം. അടിപൊളിയാണ് കേട്ടോ. ഇതൊന്നും എൻ്റെ അത്ര പീസ് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് എടുത്ത് ഞാൻ ഡയറക്റ്റ് കാണിക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ റേറ്റ് ഞാൻ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.